ടോപ്പ് ആണ്, സൂപ്പർ ആണ്, എം ടി. ആരാണ്? ടോപ്പ് ആണ്, സൂപ്പർ ആണ്, എം ടി. പഠിച്ചു വെച്ചേ. എം എന്ന് പറഞ്ഞ അവിടെ 2695 മീറ്റർ ആണ് ആനമുടി. നോക്കൂ, ഇത് PSC യുടെ സ്ഥിരം ചോദ്യമാണ്. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാണ് ചങ്ങാതിമാര്, ഉഷാറല്ലേ? വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. നോക്കൂ, നമ്മൾ ഇന്ന് SCERT സീരീസിന്റെ ക്ലാസ്സുകൾ ചാലഞ്ച് ആണ്. SCERTയിലെ ഓരോ 2 ചാപ്റ്ററുകൾ വെച്ചിട്ട് നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് നൽകുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് 3ാമത്തെ പാർട്ടാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്ക് ഇത്തരം ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട്, ഇഷ്ടമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾ അതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, 1ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങളും അവയുടെ വ്യാപ്തവും പരിശോധിക്കുക. തെറ്റായ ജോഡി ഏതെല്ലാമാണ്? തെറ്റായ ജോഡി വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോയുടെ സ്പീഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലോ ആക്കാൻ, അതുപോലെ തന്നെ സ്ലോ ആയിട്ട് തോന്നാൻ സ്പീഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾ ആ കമന്റ് നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഒരു പ്രചോദനമായി തരും. അതുകൊണ്ടാണ് കേട്ടോ. 1ാമത് ആർഗൺ ആണ്. ആർഗൺ എന്ന് പറഞ്ഞാൽ 0.93 ആണ്. എല്ലാവർക്കും അറിയാം അല്ലെ? ഭൗമാന്തരീക്ഷത്തിനകത്ത് ആർഗണിന്റെ പെർസെന്റേജ് 0.93 ആണ്. ഓക്സിജൻ 78%. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും ഓക്സിജൻ ഉണ്ടോ? അന്തരീക്ഷത്തിലാണ് കേട്ടോ. അപ്പൊ അന്തരീക്ഷത്തിൽ ഓക്സിജൻ 78% ഉണ്ടോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡോ? കാർബൺ ഡൈ ഓക്സൈഡ് 3% ഒക്കെ ഉണ്ടോ? ഒരിക്കലും ഇല്ല, അത് തെറ്റാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. നമ്മൾ പഠിച്ചല്ലേ, ഇത് പഠിച്ചാണ്. ഓസോണിന്റെ കേസ് നോക്കൂ. ഓസോൺ 0.01 ആണ്. ചില റാങ്ക് ഫയലൊക്കെ ഒരു 0 ഒക്കെ അധികം ഉണ്ടാവും. അത് നോക്കണ്ട. നിങ്ങൾ SCERTയിൽ പറയുന്നത്, നിങ്ങൾ ഓൾറെഡി SCERTയുടെ PDF നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾ നോക്കി പഠിച്ചിട്ടുണ്ടാവും. 0.01 ആണ് അല്ലെ? അപ്പൊ ഇവിടെ തെറ്റായ ജോഡി ഏതെല്ലാം? തെറ്റായ ജോഡിയാണല്ലോ. അപ്പൊ 2ഉം 3ഉമാണ് തെറ്റായ ജോഡി. 2ഉം 3ഉമാണ് തെറ്റായ ജോഡി. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അല്ലെ? നോക്കൂ കൂട്ടുകാരെ, SCERTയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ അല്ലെ. നൈട്രജൻ 78.08%. അങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ 78%, 78.08% എന്ന് തന്നെ പഠിച്ചു. 78.08%. ഓക്സിജൻ നോക്കൂ, 20.95%. 78.08 നൈട്രജൻ ആണ്. നന്നായിട്ട് പഠിക്കണേ, നിർബന്ധമായിട്ട് പഠിക്കാൻ. മാറിപ്പോകുന്നുണ്ടെങ്കിൽ എഴുതി എടുത്ത് എവിടെയെങ്കിലും ചുമരമല്ല കൊട്ടിച്ചു വെക്കുക. ആർഗൺ 0.93. സാധാരണഗതിയിൽ എപ്പോഴും ചോദിക്കുന്ന 3 പൊസിഷൻ. ഏറ്റവും ടോപ്പ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. 2ാം സ്ഥാനത്ത് ഓക്സിജൻ 20.95. ദെൻ ആർഗൺ ആണ് 0.93. 1% ഇല്ല ആർഗൺ. അതിനുശേഷമാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരിക. കാർബൺ ഡൈ ഓക്സൈഡ് നോക്കണം, ശ്രദ്ധിക്കണം. 0.037. എത്രയാണ്? 0.037 ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. തെറ്റിപ്പോണ്ട. 0.037 ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതും പഠിച്ചു വെക്കണം. അപ്പൊ ഈ ഒരു 4 ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയണ്ട അല്ലെ? എന്താണത്? നോ AC എന്ന് പഠിച്ചു വെച്ചാൽ മതി. നോ AC. എന്താണ് കോഡ്? നോ AC. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ നോ AC ആണ്. അന്തരീക്ഷത്തിൽ നോ AC ആണ്. നൈട്രജൻ, അതുപോലെ തന്നെ ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. നോ AC അന്തരീക്ഷത്തിൽ. അവിടെ ഓസോണിന്റെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓസോൺ ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. ഓസോണ് നോക്കൂ, 0.01 ആണ്. എത്രയാണ്? 0.01 ആണ്. കൃത്യമായിട്ട് പഠിക്കുക. ഓസോണ് 0.001 എന്നൊക്കെ കാണാൻ നിങ്ങൾക്ക് ചില ബുക്കിനകത്ത് SCERTയിലെ 0.01 ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഫൈനൽ ലാപ്പും കുറച്ച് സ്പീഡ് പറയുന്നതുകൊണ്ട് ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചോളുക. PDF നോക്കി നന്നായിട്ട് പഠിച്ചോളുക. അവിടെ നിയോണ്, ഹീലിയം, ക്രിപ്റ്റൻ, ഹൈഡ്രജൻ, സെനോൺ ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത്, ഏറ്റവും പ്രധാനപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് തൽക്കാലം നിർത്തുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം. അപ്പൊ SCERT പഠിച്ചു പോയ ഒരാളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾ SCERT ആണ് പഠിച്ചു പോകുന്നെങ്കിൽ ഡേറ്റ് കൃത്യമായിട്ട് SCERT പറയുന്നില്ല, പക്ഷെ വർഷം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയാൽ പെട്ടെന്ന് കത്തും. 2005 ഫെബ്രുവരി മാസം 4-ാം തീയതി. 2005 നമ്മുടെ SCERT ഉണ്ട്. നോക്കൂ മക്കളെ, വ്യാവസായവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയ അതിവേഗത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന വിഷയങ്ങൾ വരുന്നു അല്ലെ? അപ്പൊ വ്യാവസായികവൽക്കരണം, നഗരവൽക്കരണം, ഇതൊക്കെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ വരും. അത്തരത്തില് പ്രതിവർഷം 6000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇത്തരത്തിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നതാണ് കണക്ക്. അപ്പൊ മെട്രിക് ടൺ എത്രയാണ്? 6000 മെട്രിക് ടൺ. അപ്പൊ അവിടെ ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത, എന്താണ് മെട്രിക് ടൺ? 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാല് 1000 കിലോഗ്രാം ആണെന്ന് പഠിച്ചു നോക്കണം. 1 മെട്രിക് ടൺ എത്രയാണ്?
1000 കിലോഗ്രാം ആണ് 1 മെട്രിക് ടൺ. അത്തരത്തിലുള്ള 6000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് CO2 അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന മനുഷ്യന്റെ ഉപയോഗം കൊണ്ട് അല്ലെ. അങ്ങനെ അത്തരത്തില് ഹരിതഗൃഹവാതകങ്ങൾ എന്താണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. അവയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അങ്ങനെ അന്തരീക്ഷത്തിന്റെ താപനിലയിൽ നോക്കൂ 0.4 ഡിഗ്രി സെൽഷ്യസ് വർധനമുണ്ടാക്കിയതായിട്ടുള്ള പഠനങ്ങൾ വന്നു. അപ്പൊ അത്തരത്തിൽ ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ നമ്മൾ എന്താ വിളിക്കുക? ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കാറില്ലേ? നിങ്ങൾക്കറിയാം ഈ പറയുന്ന ചൂട് അന്തരീക്ഷത്തിൽ കൂടുകയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ പറയാറ് ഗ്ലോബൽ വാർമിംഗ് അല്ലെ. അത്തരത്തില് ആഗോള താപനം ഭൂമിയിലെ ജീവജാലങ്ങളെ വലിയ രൂപത്തിൽ ബാധിക്കും. നിങ്ങൾക്കറിയാം ഇങ്ങനെ ഭൂമിയുടെ ചൂട് കൂടിക്കഴിഞ്ഞാൽ ധ്രുവ പ്രദേശങ്ങളിലൊക്കെ മഞ്ഞുമലകളില്ലേ അവ എന്താവാൻ തുടങ്ങും? ഉരുകാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരും. സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ഭക്ഷ്യ ദൗർബല്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ പറയുന്ന വലിയ വലിയ മഞ്ഞുമലകളെല്ലാം ഉരുകി ഇങ്ങോട്ട് ഒലിച്ചു വന്നു കഴിഞ്ഞാൽ സമുദ്രത്തിനകത്തേക്ക് വെള്ളം അധികമായി കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് പോകണം. SCRT പറയുന്നുണ്ട്. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. എന്താണ്? ഹരിതഗൃഹവാതകങ്ങൾ അല്ലെ, ഈ പറയുന്ന ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾ. അങ്ങനെ തന്നെ ആലോചിക്കണേ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഹരിതഗൃഹവാതകങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 1997 വർഷം ഏതാണ് മക്കളെ? ഇതാ ഞാൻ മാറ്റിയത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1997 ജപ്പാനിൽ നടന്ന ഈ ഒരു ക്യോട്ടോ, നിങ്ങൾ ടോക്കിയോ എന്നൊക്കെ കേൾക്കുമ്പോൾ ക്യോട്ടോ എവിടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ടോക്കിയോ എന്നൊക്കെ പറയുന്നത് ക്യോട്ടോ എവിടെയാണ്? ജപ്പാനാണ്. അപ്പൊ ക്യോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായി വിളംബരം ചെയ്യപ്പെട്ട ഈ ഒരു ഉത്തരവ് 2005 നമ്മൾ ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചല്ലോ. എത്ര രാജ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം SCRT ഉള്ളത് കൊണ്ട് 141 രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു. 2012 ഹരിതഗൃഹവാതക തോത് 1990 നിന്ന് 5% കുറയ്ക്കാൻ 35 വ്യാവസായിക രാജ്യങ്ങൾക്ക് ഇതിലൂടെ താക്കീത് നൽകി. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പുറന്തള്ളുന്ന വലിയ രൂപത്തിലുള്ള വ്യവസായശാലകളിൽ നിന്നുള്ള ഈ പറയുന്ന ഹരിതഗൃഹവാതകങ്ങൾ അത് കുറച്ചു കൊണ്ടുവരണം. 1990-നെക്കാട്ടും 5% നിങ്ങൾ കുറയ്ക്കണമെന്നാണ് ഈ ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് 35ഓളം വ്യവസായ രാജ്യങ്ങൾക്ക് നൽകിയത്. അപ്പൊ നിങ്ങളെ മനസ്സിൽ ഈ ഒരു കാര്യം കൺസെപ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിടന്നോട്ട് ഇതൊരു ബോക്സിൽ കൊടുത്തതാണ്. ചിലപ്പോൾ ഇത് ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ 141 രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു 2005 ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ നടക്കുന്ന 1997 എത്രയാണ്? 1997 2005 ഇത് നിലവിൽ വന്നത്. ഓക്കെ, ദെൻ 2012 ഹരിതഗൃഹവാതക തോത് കുറയ്ക്കാനും 1990 നോക്കണേ, 97 ക്യോട്ടോ പ്രോട്ടോകോൾ എങ്കിൽ 1990 നിന്നും 5% കുറയ്ക്കണം. ആ ഒരു കണ്ടീഷനിൽ നിന്നും 5% കുറച്ചുകൊണ്ട് വലിയ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. 35 വ്യവസായ രാഷ്ട്രങ്ങളോട് പറഞ്ഞു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അത്തരത്തിൽ കൂട്ടുകാരെ, ഈ പറയുന്ന ഹരിതഗൃഹവാതകങ്ങൾ പോലെ ഭൂമിയിലേക്ക് വരുന്ന ഏറ്റവും ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങൾ നിങ്ങൾക്കറിയാം സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്താറുണ്ട്. അപ്പൊ അത്തരം കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് ദോഷഫലങ്ങളുണ്ട്. ആഹാര ശൃംഖലയുടെ തകർച്ചയ്ക്ക് ഇത് കാരണമാകുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ അന്ധത, അതുപോലെ തന്നെ പല രോഗങ്ങളിലെ അകാല വാർദ്ധക്യം, സസ്യ വളർച്ച മുരടിക്കുക, കൃഷി നാശം തുടങ്ങിയ കോമൺ കാര്യങ്ങൾ ഇവിടെ SCRT പറയുന്നുണ്ട്. അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അടുത്തൊരു ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ, ഓസോൺ. കാണുന്നതിന് മനസ്സിലാവും സൾഫർ ആണ്. അപ്പൊ ഇവിടെ ഹരിതഗൃഹമാകുന്ന അന്തരീക്ഷം എന്ന് പറയുന്നുണ്ട്. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, ഞാനത് ജസ്റ്റ് വായിക്കാം. ഇത്തരത്തിൽ നോക്കൂ നിങ്ങൾ. ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ താപം ഉള്ളിൽ നിലനിർത്താൻ ഇത്തരം നിർമ്മിതികൾ കൊണ്ട് സഹായിക്കുന്നുണ്ട്. അതിനാലാണ് ഇവയെ ഹരിതഗൃഹങ്ങൾ അഥവാ ഗ്രീൻ ഹൗസസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സംവിധാനമാണ് അല്ലെ, ഈ കൃഷി അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചൂട് അതിനകത്ത് ഉണ്ടാവും. അപ്പം സൂര്യനിൽ വരുന്ന താപം അതിനകത്ത് പിടിച്ചു നിർത്താൻ പറ്റും. അത്തരം നിർമ്മിതികൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളാണ് ഹരിതഗൃഹങ്ങൾ അല്ലെ. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്കും സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്യാനും കഴിവുണ്ട്. അത്തരം വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ന്, ഓസോണ് തുടങ്ങിയ വാതകങ്ങൾ. അപ്പോ ഇത്തരം വാതകങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്. അതാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ വാതകങ്ങൾ? നമുക്കറിയാം, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ഒരു 3 ഇവിടെ SCRT കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ 3 ശ്രദ്ധിച്ചു പഠിക്കണം. ഓസോണ്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ മീഥെയ്ന്. ഓക്കെ, അപ്പൊ അവിടെ കൂട്ടുകാരെ ഹരിതഗൃഹ വാതകങ്ങൾ മാത്രമല്ല ഭൂമിയിൽ ഇത്തരത്തിലുള്ള ചൂട് പിടിച്ചു നിർത്താറ്. നീരാവിക്ക് അതിനകത്തൊരു പങ്കുണ്ട്.
അങ്ങനെ ഭൂമിയിൽ മറ്റ് പല ഘടകങ്ങളുണ്ട് അന്തരീക്ഷത്തിലെ. അപ്പൊ അത്തരത്തിൽ ഈ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കും ഹരിതഗൃഹ പ്രഭാവം എന്ന് വിളിക്കും അല്ലെ, ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് വിളിക്കും. റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, വിവിധ തരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് തുടങ്ങിയവ. നോക്കണേ, ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതിലൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും. റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷന്, വിവിധ തരം സ്പ്രേകള്, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് അല്ലെ, പെയിന്റ് തുടങ്ങിയവ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നമ്മൾ CFC എന്ന് ചുരുക്കി വിളിക്കാറുണ്ട് അല്ലെ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. അതുപോലെ ഹാലോൺ എന്താണ് ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. ഇത്തരം വാതകങ്ങൾ ഹാലോൺ എന്ന് എഴുതി വെക്കട്ടെ, ഹാലോജൻ അല്ലെ, ഹാലോൺ. അപ്പൊ ഇത്തരം വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട്. ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച്, നോക്കണേ, ഈ പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണ്, അതുപോലെ ഹാലോൺ തുടങ്ങിയവ ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടും. കൂട്ടുകാരെ നോക്കൂ, ഇവിടെ ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത്തരം വാതകങ്ങൾ നോക്കൂ, ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുണ്ടെന്നാ പറയുന്നത്. അതുപോലെ തന്നെ ബ്രോമിൻ ആണെങ്കിലും ഇതിന്റെ 40 മടങ്ങ് ഈ പറയുന്ന രൂപത്തില് അന്തരീക്ഷത്തില് ഉള്ള ഓസോണിനെ വിഘടിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പൊ ഈ ബ്രോമിനും ക്ലോറിനും ഒക്കെ ഇങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഓസോണിന് സുഷിരങ്ങൾ ഉണ്ടാക്കുക. ഓസോണിന്റെ ആ ഒരു സ്ട്രെങ്ത്, നമുക്കൊരു ലെയർ പോലെ ഒരു പ്രൊട്ടക്ഷനായി നിൽക്കുന്ന ഓസോണിനെ നശിപ്പിക്കുക, മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ടാണ് CFC അതല്ലെങ്കിൽ ഹാലോൺ തുടങ്ങിയ വാതകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാറില്ലേ, ഓസോണിന് ഹാനികരമായ വാതകങ്ങളാണെന്ന്. അപ്പൊ നോക്കൂ, ഈ ഓസോണിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചു ഹരിതഗൃഹ വാതകങ്ങൾ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉടമ്പടി, ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന്. അപ്പൊ ഇത് പലപ്പോഴും സുഹൃത്തുക്കൾക്ക് മാറാറുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് ഹരിത കർമ്മസേനയുടെ ആളുകൾ വരാറുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ വരാറുണ്ട്. അവർ വരുന്ന സമയത്ത് അവരുടെ ഒരു ഡ്രസ് കോഡ് എന്ന് നോക്കിയാൽ അവരൊരു പ്രത്യേക ഒരു കോട്ട് പോലെ, അവരുടെ ചുരിദാറിന് മുകളിൽ ഒരു പ്രത്യേക ഒരു കോട്ട് പോലെയുള്ള സംവിധാനം ഇട്ടിട്ടാണ് വരിക. അതല്ലെങ്കിൽ ഹരിത കോട്ടിട്ടാണ് വരിക എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ ഹരിതഗൃഹ വാതകങ്ങളാണ്. ഹരിത കർമ്മസേനക്കാർ വരുന്നത് ഈ പറയുന്ന കോട്ടിട്ടിട്ടാണെന്ന് ആലോചിക്കുക. ക്യോട്ടോ, ഹരിത കർമ്മസേന, ഹരിതഗൃഹ വാതകം സെറ്റ് ആക്കി പഠിക്കണം. ഇവിടെ നോക്കൂ, മോൺട്രിയൽ എന്ന് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആണ്. ക്യോട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ഹരിതഗൃഹ വാതകങ്ങളാണെങ്കിൽ നോക്കൂ, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. അപ്പൊ അത് ഹരിതമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇതെന്താണ്? ഇത് ഓസോൺ ആണ്. മോൺട്രിയൽ എന്താണ്? ഓസോൺ ആണ്. ഓസോൺ മോൺട്രിയൽ ആണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1987 വർഷം ശ്രദ്ധിച്ചു വെക്കണം. നേരത്തെ പഠിച്ചത് 1997 ആണ്. ആദ്യം ഓസോണിനെ കുറിച്ചാണ് നമ്മൾ സംരക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോള്. പിന്നീടാണ് ഹരിതഗൃഹ വാതകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചത്, അത് ക്യോട്ടോ പ്രോട്ടോകോള്. അപ്പൊ മാറേണ്ട ആദ്യം ഏതാണ്? ആദ്യം മോൺട്രിയൽ ആണ്. 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായാണ് ഈ ഉടമ്പടി. അപ്പൊ മോൺട്രിയൽ വിയന്നയിലാണ്, ക്യോട്ടോ ജപ്പാനിലാണ്. രണ്ടും മാറിപ്പോകുമോ? കൃത്യമായിട്ട് പഠിക്കുക. 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ്. ആ ഉച്ചകോടി നടന്ന കാര്യമാണ് പറഞ്ഞത്. മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ആ സമയത്ത് ഞാൻ അതിന്റെ വസ്തുതകളൊക്കെ പറഞ്ഞുതരും. ഇപ്പൊ ജസ്റ്റ് ആ ഒരു കൺവെൻഷൻ, ആ ഒരു സമ്മേളനം നടന്നത് 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ഉടമ്പടി നടപ്പിലാക്കിയതിലൂടെ നോക്കൂ, അറ്റ്ലാന്റിക്കിന് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഇങ്ങനെയുള്ള ഉടമ്പടികളുടെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ മോൺട്രിയൽ ഓസോൺ ആണ്, മറന്നു പോകേണ്ട. ക്യോട്ടോ ഹരിതഗൃഹ വാതകങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് എവിടെ വരുന്നു? അത് ജപ്പാനിലാണെങ്കിൽ മോൺട്രിയൽ വിയന്നയിലാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട് കേരള PSC ഒട്ടനവധി തവണ, 100 200 എത്ര തവണയെന്ന് അറിയില്ല, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? ഓസോൺ ദിനം അല്ലെ, അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ 16 ആണ് അന്താരാഷ്ട്ര ഓസോൺ ദിനം. അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് പഠിച്ചു വെക്കുക. കൂട്ടുകാർ, അടുത്ത് നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ചാപ്റ്ററിലെ ഭാഗമാണ് അന്തരീക്ഷത്തിന്റെ ഘടന. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് പോകാം. അന്തരീക്ഷത്തിലെ ഘടന ഞാൻ സ്പീഡ് പറഞ്ഞു പോകും, നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളായിരിക്കും. നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷത്തിലെ ഘടന പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 ലെയറുകൾ നമുക്ക് പഠിക്കണം. ഏറ്റവും അടിയിലുള്ള ലെയർ നോക്കൂ, ഏറ്റവും അടിയിലുള്ള ലെയർ ഞാൻ ഇതാ T എന്ന് എഴുതാം. ഇതാ ഇവിടെ കാണുന്ന ട്രോപ്പോപാസ് അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയർ. ആ ഒരു ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഏറ്റവും അടിയിലെ പാളി, അതിന് തൊട്ട് മുകളിൽ ട്രോപ്പോപാസ് കാണാം. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് സ്ട്രാറ്റോസ്ഫിയർ കാണാം, സ്ട്രാറ്റോപാസ് കാണാം. അപ്പൊ ഇതെങ്ങനെ പഠിക്കും? ഏറ്റവും അടിയിൽ ഇതാ ട്രോപ്പോസ്ഫിയർ ആണ്. അതിന് തൊട്ടു മുകളിലായിട്ട് നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ കാണാം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച ഓസോൺ പാളി.
ഓസോൺ പാളിയൊക്കെ കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ ആണോ? ടോപ്പ് ആണ്, സൂപ്പർ ആണ്, എം ടി. ആരാണ്? ടോപ്പ് ആണ്, സൂപ്പർ ആണ്, എം ടി. പഠിച്ചു വെച്ചേ. എം എന്ന് പറഞ്ഞാൽ മിസോസ്ഫിയർ ആണ്. ദെൻ ടി എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയർ ആണ്. ഞാൻ ആലോചിച്ച് വെക്കുന്ന ട്രിക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ടോപ്പ് ആണ്, സൂപ്പർ ആണ്, ആര്? എം ടി. ടോപ്പ് ആണ് അല്ലെങ്കിൽ ടോപ്പ് ആണ്, സൂപ്പർ ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മാറിപ്പോണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ കോഡാക്കാം. അപ്പൊ TS MT എന്ന് ബൈഹാർട്ട് ചെയ്തോ, അതായിരിക്കും നന്നാവുക. TSMT എന്താണ്? TSMT. അവിടെ ട്രോപ്പോസ്ഫിയർ എന്താണ്, സ്ട്രാറ്റോസ്ഫിയർ എന്താണ് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ കാണുന്ന ഓസോൺ പാളി എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. SCERT-യിലുള്ള കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് പ്രധാനമായിട്ട് അത് കൊടുത്തുകൊണ്ടാണ് PSC അത് ഇടക്കിടക്ക് ചോദിക്കുന്ന മക്കളെ പഠിക്കുക. ഇവിടെ നോക്കൂ, അന്തരീക്ഷത്തിന്റെ ഈ ഭാഗത്തെ, ഏത് ഭാഗത്തെ വായിക്കട്ടെ ഞാൻ, ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ, ശ്രദ്ധിക്കണേ, ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ ഓക്കെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഒരു ടെക്സ്ചർ നമ്മൾ പറയില്ലേ, ആ കൂടി നിൽക്കുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിലുള്ള അതിന്റെ ഒരു ഘടന ഏറെക്കുറെ ഒരുപോലെയാണ്. ഇത് 90 കിലോമീറ്റർ വരെ അന്തരീക്ഷത്തിലെ ഏറ്റവും അടിയിൽ ഭൗമ ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 90 കിലോമീറ്റർ വരെ ഏകദേശം ഒരുപോലെയാണെന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ ഈ ഭാഗത്തെ അതുകൊണ്ട് നമ്മൾ ഒരുപോലെയുള്ള ഹോമോ അല്ലെ, നമ്മൾ ഹോമോ എന്നുള്ള പേര് ഉപയോഗിക്കാം, ഹോമോസ്ഫിയർ. അപ്പൊ അത് കിട്ടിയോ? 90 കിലോമീറ്റർ വരെ എന്താണ്? പഠിച്ചേ ഹോമോസ്ഫിയർ ആണ്. സെറ്റ് ആണോ? 90 കിലോമീറ്റർ വരെ ഹോമോസ്ഫിയർ. റിപ്പീറ്റ് ചെയ്യട്ടോ, ഹോമോസ്ഫിയർ ആണ്. അതിനു മുകളിലേക്ക് വാതക സംരചനയിൽ ഐക്യരൂപ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് 90 കിലോമീറ്ററിന് മുകളിൽ എന്താണ് സംഗതി? സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കും? ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കും. ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കും. ഞാൻ എഴുതണോ? ഹെറ്ററോസ്ഫിയർ ആണ് അല്ലെ, ഹെറ്ററോസ്ഫിയർ. അപ്പോ ഹോമോസ്ഫിയർ 90 കിലോമീറ്റർ വരെ, 90 മുകളിലോട്ട് ഹെറ്ററോസ്ഫിയർ. സെറ്റ് ആണോ? അങ്ങനെ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഈ പറയുന്ന ഭൗമ അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിച്ചുള്ള കാര്യങ്ങളാണ് SCERT പറയുന്നത്. അപ്പൊ അത് നമുക്ക് ചില ചോദ്യങ്ങളിലൂടെ അതെങ്ങനെയൊക്കെയാണ് പഠിക്കാൻ നോക്കാം. ഈ ഒരു പിക്ചർ, ഈ പറയുന്ന TSMT, ടോപ്പ് ആണ്, സൂപ്പർ ആണ്, MT, ടോപ്പ് ആണ്, സൂപ്പർ ആണ്, MT എന്ന് പഠിച്ചു വെച്ചാൽ ചോദ്യം വായിച്ചേ. ഇതാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അന്തരീക്ഷ മണ്ഡലമായ ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിലയിരുത്തുക. ഒന്ന് പ്രസ്താവന വിലയിരുത്തിക്കേ. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാൻ പോവാണ്. ട്രോപ്പോസ്ഫിയറിലൂടെ വായു പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം എന്നത്. ഇപ്പൊ ട്രോപ്പോസ്ഫിയറിന്റെ മുകൾ ഭാഗത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നത്, ട്രോപ്പോപാസിലൂടെ. പക്ഷെ നമുക്ക് ശരിയാണെന്ന് പറയാം, കാരണം ട്രോപ്പോസ്ഫിയറിലൂടെ വായു പ്രവാഹം അറിയപ്പെടുന്ന പേരാണെന്ത്? ജെറ്റ് പ്രവാഹം. ശ്രദ്ധിക്കണം, ജെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോകുന്ന ജെറ്റ് വിമാനമല്ല, ഇത് ഒരു പേരാണ്, ജെറ്റ് പ്രവാഹം. ഈ ഒരു ജെറ്റ് പ്രവാഹം ഇങ്ങനെ ശക്തമായി ഒരു എന്താ പറയാ മുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വായു പ്രവാഹമാണ്. ഇത് മൂലമാണ് പല കാലാവസ്ഥാ മാറ്റങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ശൈത്യകാലത്ത് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ക്ലാസ്സുകൾ, ടോപ്പിക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് പറയാറുണ്ട്. ഇപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, SCERT ക്ലാസ്സുകൾ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ പഠിച്ചൊരു പോയിന്റ് ഉണ്ട്. അന്ന് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഉദ്ദേശം SCERT സ്റ്റേറ്റ്മെന്റ് തെറ്റോ ശരിയോ എന്ന് പറയൽ മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാനത് ഫോക്കസ് ചെയ്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലരും കമന്റ് ആയി ചോദിച്ചത്, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഇപ്പോൾ നോമിനേഷൻ ഇല്ലാലോ. അത് മക്കളെ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഭരണഘടനാ ഭേദഗതികൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിലവില് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള റാങ്ക് ഫയൽ ഫാക്ടോ അല്ലെങ്കിൽ ഒന്നും ഉപയോഗിച്ചിട്ടല്ല പറയുന്നത്. ജസ്റ്റ് SCERT-യിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ നമുക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സ്മാർട്ട് വർക്കാണ് ഈ ഒരു സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. SCERT പറയുന്നുണ്ട്, ശരിയാണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. 165 ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവും. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ ഈ 3 ശരിയാണ്. അപ്പൊ അതുകൊണ്ട് 1, 2, 3 ശരി. ഓപ്ഷൻ ഡി ആണ്. നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യനോട് കഴിഞ്ഞിട്ട് നമുക്ക് അതിലെ ചാപ്റ്ററിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്ന അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം: മഴ, ഇടിമിന്നൽ, മഞ്ഞ്, മേഘരൂപീകരണം, കാറ്റ്. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ എല്ലാം സംഭവിക്കണം അല്ലെ. എല്ലാം സംഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ. അതെവിടെയാണ്? അത് ട്രോപ്പോസ്ഫിയറിലാണ്. എല്ലാവർക്കും അറിയാം, ട്രോപ്പോസ്ഫിയർ ഏറ്റവും അടിയിലാണല്ലോ, ഏറ്റവും ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു അന്തരീക്ഷ മണ്ഡലമാണ്
ട്രോപ്പോസ്ഫിയർ. അവിടെ തന്നെ നമുക്ക് പഠിക്കാം. എന്താണ് ആ പോയിന്റ്? ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. മക്കളെ, നമ്മൾ നേരത്തെ 90 കിലോമീറ്റർ വരെയുള്ളത് എന്താണ് പഠിച്ചത്? ഹോമോസ്ഫിയർ എന്ന് പഠിച്ചില്ലേ? ഹോമോസ്ഫിയർ എന്ന് പഠിച്ചില്ലേ? അത് രണ്ടും രണ്ടാണേ. ശ്രദ്ധിച്ചു വെക്കണം നിങ്ങള്. നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചത് 90 കിലോമീറ്റർ വരെയുള്ള ആ ഒരു വാതകങ്ങളുടെ സ്വഭാവം വെച്ചുകൊണ്ടാണ് നമ്മൾ ഹോമോസ്ഫിയർ എന്നും ഹെട്രോസ്ഫിയർ എന്നും മാറ്റിയത്. 90 കിലോമീറ്റർ മുകളിലുള്ള ഹെട്രോസ്ഫിയർ. അതല്ല നമ്മൾ ഇനി പറയാൻ പോകും. നമ്മൾ ഇനി അന്തരീക്ഷത്തിലെ ഈ ഒരു പ്രത്യേക ചില സവിശേഷതകൾ കൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്ന 4 ഭാഗങ്ങളുണ്ട് അന്തരീക്ഷത്തിലെ ഘടന, അല്ലെ? അതിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യാണ്. അതാണ് ട്രോപ്പോസ്ഫിയർ, നമ്മൾ നേരത്തെ പഠിച്ചു. സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മിസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ. ഓക്കെ ആണോ? അതാണ് MT, അല്ലെ? TSMT. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നോക്കൂ, 13 കിലോമീറ്റർ വരെ. ചില റാങ്ക് ഫയലൊക്കെ വ്യത്യാസം ഉണ്ടാകും. SCERT പറയുന്നതായതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു വെക്കുക. 13 കിലോമീറ്റർ വരെയാണ് ഏകദേശം ശരാശരി. എല്ലാ സ്ഥലത്തുള്ള കാര്യമല്ല, കോമൺ ആയിട്ടുള്ള കാര്യം അല്ലാത്തതുകൊണ്ട് തന്നെ നോക്കൂ, ഏകദേശം 13 കിലോമീറ്റർ ആണ് ഈ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് മനസ്സിലാക്കി വെക്കുക. എത്രയാണ്? 13 കിലോമീറ്റർ. അവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ ചൂട് കൂടുതലുള്ള ഭൂമധ്യരേഖ മേഖലയിൽ, അല്ലെ? അവിടെ ചൂട് കൂടി കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് ഈ പറയുന്ന വായു എല്ലാം എത്തുന്നതുകൊണ്ട് അവിടെ ഏകദേശം 18 കിലോമീറ്റർ വരെ ഉണ്ട്. അപ്പൊ 13 കിലോമീറ്റർ വരെ സാധാരണ ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ മണ്ഡലത്തില് ട്രോപ്പോസ്ഫിയർ ഉണ്ടെങ്കിൽ 18 കിലോമീറ്റർ വരെയാണ് എവിടെയുള്ളത്? നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശത്തുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഭൂമധ്യരേഖ പ്രദേശത്ത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് ഈ കാണുന്ന ട്രോപ്പോസ്ഫിയർ, അല്ലെ? അവിടെ അതിന്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ട്രോപ്പോപാസ് എന്ന് കാണാം. ഒരു അന്തരീക്ഷ മേഖല, അതിന്റെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ അത് അവസാനിക്കുന്ന മേഖല, തൊട്ടടുത്ത അന്തരീക്ഷ മേഖല ഉണ്ടല്ലോ, അതിനോട് ചേർന്ന ആ ഒരു രണ്ടും ചേരുന്ന ഭാഗത്തെ നമ്മൾ വേറെ പേരിട്ടാണ് വിളിക്കാറ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രോപ്പോസ്ഫിയർ തീരുന്ന ഭാഗത്ത് ട്രോപ്പോപാസ് എന്നും സ്ട്രാറ്റോസ്ഫിയർ തീരുന്ന ഭാഗത്ത് സ്ട്രാറ്റോപാസ് എന്നുമാണ് വിളിക്കാറ്. അപ്പൊ അത് നമുക്ക് അടുത്തതിൽ വരുന്നുണ്ട്, നമുക്കത് പറയാം. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതാണത്. സംക്രമണ മേഖലകൾ എന്നാണ് വിളിക്കുക. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് വിളിക്കുക. ഇനി എന്താണ് ഈ സംക്രമണം എന്നൊക്കെ പരീക്ഷ ചോദിച്ചാൽ സംക്രമണ മൂലകങ്ങൾ നിങ്ങൾ പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ സംക്രമണ മേഖലകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. എന്തൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നീ മണ്ഡലങ്ങൾക്കിടയിലായിട്ട് യഥാക്രമം ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ്. കാരണം അത് കഴിഞ്ഞിട്ട് തെർമോന്റെ ഇടയിലൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ളത് നമുക്ക് SCERT പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിൽ കടക്കുന്നില്ല. മീസോപാസ് ആണ്. അപ്പൊ മൂന്നാമത്തത് മീസോപാസ് ആണ്. ട്രോപ്പോപാസ്, അതുപോലെ സ്ട്രാറ്റോപാസ്, മീസോപാസ്. ഇത് സംക്രമണ മേഖലകളാണ്. അപ്പൊ സംക്രമണ മേഖലകൾ കൊടുത്തിട്ട് ഈ 3 എണ്ണം കൊടുത്തിട്ട് ഒന്ന് ഈ ട്രോപ്പോസ്ഫിയർ എന്നോ സ്ട്രാറ്റോസ്ഫിയർ എന്നോ കൊടുത്താൽ നിങ്ങൾ തെറ്റിക്കരുത്. എന്താണത്? ഈ പറയുന്ന പാസ്, ട്രോപ്പോപാസ് എന്ന് വെച്ചാൽ പാസ് ചെയ്യുക. നിങ്ങളിപ്പം ചുരം പറയാറില്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ചുരം, താമരശ്ശേരിയെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം, അല്ലെങ്കിൽ കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുക, അല്ലെ? നമ്മൾ ബന്ധിപ്പിക്കാറ്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ പാസ് ആണ് ഈ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും ബന്ധിപ്പിക്കുക, ട്രോപ്പോപാസ്. ഓക്കെ, അതവിടെ കിട്ടും. ദെൻ നോക്കൂ, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. മേഘ രൂപീകരണം ആയിക്കോട്ടെ, മഴ ആയിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, കാറ്റായിക്കോട്ടെ, ഇടിമിന്നലായിക്കോട്ടെ, ഇതൊക്കെ എവിടെയാണ് മക്കളെ? ട്രോപ്പോസ്ഫിയർ. ഏറ്റവും അടിയിൽ 13 കിലോമീറ്റർ ആണ് പൊതുവെ ഏകദേശം. അതുപോലെ തന്നെ ഭൂമധ്യരേഖ മേഖലയിൽ 18 ഉണ്ട്. ട്രോപ്പോസ്ഫിയർ നന്നായിട്ട് പഠിച്ചല്ലോ. ഇവിടെ നോക്കൂ, ട്രോപ്പോസ്ഫിയർ ഒരു പ്രത്യേകത. ഈ ഒരു 13 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയർ എങ്കിലും 13 കിലോമീറ്റർ മുകളിലോട്ടാണേ. അപ്പൊ നമ്മൾ നിങ്ങളിപ്പോ ഭൂമി ചവിട്ടി നിൽക്കല്ലേ, അവിടുന്ന് 13 കിലോമീറ്റർ മുകളിലോട്ട് പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച്, അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. 165 മീറ്റർ പോകുക എന്ന് കരുതുക. ഇപ്പൊ ഇവിടെ നിന്ന് 165 മീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1 ഡിഗ്രി എന്ത് ചെയ്യും? താപനില കുറയും 1 ഡിഗ്രി സെൽഷ്യസ്. അത് നിങ്ങളെ മനസ്സിലുണ്ടായിക്കോട്ടെ. കാരണം ഇത് SCERT കുഞ്ഞുങ്ങളോട് സ്കൂളിലെ ടീച്ചർമാർ ചോദിക്കുന്നുണ്ട്, പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചാലോ? അപ്പൊ 165 മീറ്റർ എത്രയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് കുറയുമെന്ന് ആലോചിച്ച് വെക്കണം കേട്ടോ. ഇങ്ങനെ കുറഞ്ഞു വരുന്ന ആ ഒരു പരിപാടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് താപനഷ്ട നിരക്ക്, അല്ലെ? നോർമൽ ലാപ്സ് റേറ്റ് ആണ്. അപ്പൊ ഇതിനെ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കും. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ നമ്മൾ വിളിക്കും ട്രോപ്പോപാസ്. അത് നമ്മൾ പഠിച്ചു. നോക്കൂ, ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാനിതാ നിങ്ങൾക്ക് സമയം പോകുന്നതിനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് ചോദിക്കുന്നതാണ് കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ ഇവിടേക്ക് എന്തുകൊണ്ടാണ് തണുപ്പ്? നിങ്ങൾക്കറിയാം, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും തണുപ്പാണ്. അത് ഈ ഒരു കാരണമാണ്. നോക്കൂ, ട്രോപ്പോസ്ഫിയറിലാണല്ലോ ഊട്ടി സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഊട്ടിയിലെ ഹൈ റേഞ്ച് മേഖലയൊക്കെ ഈ ട്രോപ്പോസ്ഫിയറിൽ പെട്ടതല്ലേ. അപ്പൊ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പൊ സമുദ്രനിരപ്പിൽ നിന്ന് നോക്കൂ, ഊട്ടി ആയിക്കോട്ടെ, കൊടൈക്കനാൽ ആയിക്കോട്ടെ, എന്തിനു പറയുന്നത്? ചോദ്യം നോക്കൂ, ആനമുടി ആയിക്കോട്ടെ. അവിടെ 2695 മീറ്റർ ആണ് ആനമുടി. നോക്കൂ, ഇത് PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. ഇത് PSC സ്ഥിരം ചോദിക്കുന്നതാണ്. 2695. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം കേട്ടോ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ എവറസ്റ്റ് കൊടുമുടിയുടെ നീളം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. എവറസ്റ്റ്, കാഞ്ചൻജംഗ, അതുപോലെ തന്നെ ഗോഡ്വിൻ നോസിൽ, ഇത് 3 നമ്മൾ പഠിക്കുന്നതാണ്. 88, 48, 86, 11, 85, 86 നമ്മൾ പഠിക്കുന്നതാണ്.
അപ്പൊ അതുകൊണ്ട് ഇത് ഓർമ്മയുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. എത്രയാണ് കാഞ്ചൻജംഗ, എത്രയാണ് എവറസ്റ്റ്, എത്രയാണ് ഗോഡ്വിനോസിൻ? നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ റിവിഷൻ ഒന്നൊരു സെറ്റ് ആക്കാൻ വേണ്ടി കമന്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ 2695 മീറ്റർ എന്ന് പറഞ്ഞാൽ ആനമുടിയുടെ നീളമാണ്. PSC ഒരുപാട് തവണ ചോദിച്ചു. അവിടെ എത്രയാണ് താപനില എന്നൊരു ചോദ്യമാണ്. സമുദ്രനിരപ്പിൽ ഇപ്പൊ 32 ഡിഗ്രി ആണെങ്കിൽ ഈ പറയുന്ന 2695 മീറ്റർ ഉയരത്തിൽ എത്രയായിരിക്കും താപനില? അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാനുള്ള എളുപ്പം എന്താണ്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഓരോ 165 മീറ്റർ പോകുമ്പോൾ 1 ഡിഗ്രി കുറയും. അങ്ങനെയാണെങ്കിൽ 2695 എത്ര 165 ഉണ്ട് നോക്കിയാൽ പോരെ? എത്രയുണ്ട്? 16 ഹരിച്ചു കഴിഞ്ഞാൽ 16.33 165 ഉണ്ട്. അപ്പൊ അത്രയും ഡിഗ്രി 16.33 ഡിഗ്രി കുറയ്ക്കണം. നിലവിൽ 32 ഡിഗ്രി സമുദ്രനിരപ്പിലാണെങ്കിൽ അവിടെ എത്രയായിരിക്കും? 32 കുറച്ചാൽ 15.67 ആയിരിക്കും അവിടെ ആനമുടിയുള്ള ഇപ്പോഴത്തെ താപനില. അപ്പൊ അവിടെ അതുകൊണ്ട് തണുപ്പ് മനസ്സിലായല്ലോ, സെറ്റാണല്ലോ. ഈ ഊട്ടി കൊടൈക്കനാലൊക്കെ ഇനി മറന്നു പോവോ? ഇല്ല. അടുത്ത ചോദ്യം നോക്കൂ കൂട്ടുകാരെ, ഓസോൺ പാളിയെ കുറിച്ചാണ്. വിയർത്ത് ഞാനിങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്, അപ്പോഴാണ് അന്തരീക്ഷത്തിലെ ചൂടിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യമൊക്കെ പറയുമ്പോൾ ഞാൻ അതിലൂടെ ഇൻവോൾവ് ആയിട്ടാണ് പറയുന്നത്. ഓസോൺ പാളി ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് എന്ന് വെച്ചാൽ ഓസോൺ പാളി സ്ഥിതി നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കണം. ഞാൻ പറയുകയാണ് ഉത്തരം. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു. നേരത്തെ നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ പഠിച്ച എന്തായിരുന്നു? ഇഷ്ടപ്പെട്ട ആലോചിച്ചൊക്കെ അല്ലെ? താപനില ഇങ്ങനെ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞു. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ താഴ്ന്ന ഭാഗങ്ങൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ എന്താണ്? യാതൊരുവിധ മാറ്റവും ഇല്ല, താപനില മാറ്റമില്ല, കൂടുന്നില്ല കുറയുന്നില്ല. അവിടെയാണ് സമതാപ മേഖല എന്നറിയപ്പെടുന്നത്. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീസോസ്ഫിയറിൽ തുടങ്ങി ഭൂമിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് ശരിയാണെന്ന് പെട്ടെന്ന് തോന്നും. 50 കിലോമീറ്റർ വരെയാണല്ലോ സ്ട്രാറ്റോസ്ഫിയർ നമ്മൾ മനസ്സിലുണ്ട്. പക്ഷേ അവിടെ നമുക്ക് അപകടമുണ്ട്. മീസോസ്ഫിയർ എന്നാ കൊടുത്തത്. തെറ്റാണ്. ഇത് തെറ്റാണ്. കാരണം എന്താണ്? ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങിയിട്ട് 13 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ ആണെങ്കിൽ അവിടെ തുടങ്ങിയിട്ട് 50 കിലോമീറ്റർ വരെയാണ് ആരുള്ളത്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത്. അപ്പൊ അത് തെറ്റാണ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം സ്ട്രാറ്റോസ്പാസ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞു, സ്ട്രാറ്റോപാസ് അല്ലെ? നോക്കൂ, സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. എന്താണ് മക്കളെ പറയുന്നത്? ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ച് കിടക്കുന്നു. അങ്ങ് പഠിക്കുക. സ്ട്രാറ്റോസ്ഫിയർ 50 കിലോമീറ്റർ. അവിടെയാണ് ഓസോൺ പാളി ഏറ്റവും ഇമ്പോർട്ടന്റ്. PSC എപ്പോഴും ചോദിക്കുന്നത്. നിങ്ങൾ പഠിച്ചല്ലോ. അവിടെ നിങ്ങൾക്ക് ഒരു വിമാനത്തിന്റെ ഒക്കെ ഫോട്ടോ കാണാം അല്ലെ? ജെറ്റ് വിമാനങ്ങൾ പോകുന്നു. നോക്കൂ, ജെറ്റ് പ്രവാഹങ്ങൾ നേരത്തെ പഠിച്ചു നമ്മൾ അല്ലെ? അത് ട്രോപ്പോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള ഉയർന്ന മേഖലയിലാണ് ജെറ്റ് പ്രവാഹങ്ങൾ. എന്നാൽ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുക എവിടെയാണ്? അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഓസോൺ പാളിയുള്ള മേഖലയായ സ്ട്രാറ്റോസ്ഫിയറിൽ. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ്. ഇവിടെ താഴ്ന്ന മേഖലയിൽ വലിയ മാറ്റമൊന്നും ഇല്ലാന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അവിടെ എന്താണ്? ആ മേഖലയെ നമ്മള് സമതാപ മേഖല എന്ന് വിളിക്കും. അടുത്ത നോക്കൂ, നമ്മുടെ ചോദ്യമാണ് ഓസോൺ പാളി അല്ലെ? ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ പറയുന്ന മേഖലയിലാണ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങൾ, അതുകൊണ്ടാണ് ഇതിലൂടെ പോകുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞു മേഘങ്ങള് അല്ലെങ്കിൽ മഞ്ഞ്, മഴ ഇങ്ങനെ തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്ന അല്ലെ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ അതിനു മുകളിൽ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയാണ്, വായു അറകളുടെ അസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജെറ്റ് വിമാനങ്ങൾക്ക് സുഖമായിട്ട് പോകാം സ്ട്രാറ്റോസ്ഫിയറിലൂടെ. ഒരു ശാന്തി സമാധാനത്തിൽ പോകാം അല്ലെ? സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള മേഖല നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്പാസ് അല്ലെ? സ്ട്രാറ്റോപാസ്. ഓക്കെ. ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഏതാണ്? ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഉൽക്ക എന്ന് കേട്ടാൽ നിങ്ങൾ ഒരു സംശയത്തിനും ഇടവരരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന ഓർഡർ എങ്ങനെ വരും? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, സ്വാഭാവികമായിട്ടും മീസോസ്ഫിയർ ആയിരിക്കും ചിന്തിക്കും. അപ്പൊ അത് മീസോസ്ഫിയർ തന്നെയാണ്. അപ്പൊ ഉൽക്ക എന്ന് പറഞ്ഞാൽ മീസോയാണ്. ഉൽക്ക. ഇപ്പൊ മുസ്ലിം മതവിശ്വാസികൾക്ക് മീസാങ്കല്ല് ഒലക്ക ഉണ്ടാന്നൊക്കെ വേണമെങ്കിൽ ചളിച്ചു വെക്കാം, അല്ലെങ്കിൽ ഉൽക്ക വെച്ചിട്ടാണ് കളിക്കാം. മീസാങ്കൽ എന്നൊക്കെ അവർ പറയാറുണ്ട്. ഈ പള്ളിയില് കബറടക്കുമ്പോൾ അവിടെ വെക്കുന്ന കല്ലിന്. അല്ലെങ്കിൽ നിങ്ങൾ ഒലക്കേമല മീശാന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു രസമായിട്ട് ആലോചിച്ച് ഒരു നെഗറ്റീവായിട്ട്. അപ്പൊ ഉൽക്ക നല്ല കോഡിന്റെ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. അപ്പൊ മീഷോ എന്ന് വേണമെങ്കിൽ ഒലക്ക ഓർഡർ ചെയ്തു. നിങ്ങൾ മീഷോ എന്നൊക്കെ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ അപ്പൊ മീസോ ഉൽക്ക മറന്നു പോരുത്. മീഷോ എന്ത് ഓർഡർ ചെയ്തു? ഉലക്ക ഓർഡർ ചെയ്തു. ഓക്കെ, ഉൽക്ക. നോക്കൂ, ഭൂമിയിൽ നിന്ന് 50 മുതൽ 80. അപ്പൊ മീഷോയില് ഇപ്പൊ ഓഫറാണ്.
50 മുതൽ 50% ഓഫറാണ്, അങ്ങനെ ആലോചിച്ച് 50% ഓഫറാണ്, 80 രൂപയ്ക്ക് കിട്ടും. 50% ഓഫറാണ്, 80 രൂപയ്ക്ക് എന്ത് കിട്ടും? ഉലക്ക കിട്ടും. ഉലക്ക കിട്ടും. അപ്പൊ നമ്മള് ഇപ്പൊ നെല്ലൊന്നും ഇടിക്കാറില്ല അല്ലേ, അവില് കുത്താറൊന്നുമില്ല. അപ്പൊ എന്തായാലും ഒലക്ക എന്ന സാധനം അറിഞ്ഞൂടെ? അപ്പൊ ഒലക്ക 80 രൂപയ്ക്ക് മീഷോ എന്ന് വാങ്ങി. ഇത് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയ കോഡാണ്, പെട്ടെന്ന് പറഞ്ഞ ആലോചിച്ചാണ്. അപ്പൊ 50% ഡിസ്കൗണ്ടില് അല്ലെ 80 രൂപയ്ക്ക് ഒലക്ക വാങ്ങിക്കും. നിങ്ങൾ മറന്നു പോല. മൂന്നാമത്തെ പാളി അല്ലെങ്കിൽ ലെയർ മീസോസ്ഫിയർ കിട്ടുമോ? അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു ട്രോപ്പോസ്ഫിയറിൽ താപനില കുറഞ്ഞു വരുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ആദ്യം നമ്മൾ പറഞ്ഞു അവിടെ സമതാപ മേഖലയുണ്ട്. പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല. എന്നാൽ മീസോസ്ഫിയർ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ വീണ്ടും കുറയുകയാണ്. ആദ്യം കുറയുന്നു, പിന്നെ ഒന്ന് കൂടുകയാണ് ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുകയാണ് ചെയ്യുക. വീണ്ടും മീസോസ്ഫിയറിലേക്ക് വരുമ്പോൾ എന്താണ്? അത് താപം നന്നായിട്ട് കുറയും. എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയറിനെക്കാട്ടും കുറയും. ഊട്ടിയും കൊടൈക്കനാലൊക്കെ നമ്മൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞില്ലേ? ഇവിടെ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ്. എന്ന് വെച്ചാൽ -80°C മുതൽ -100°C വരെയാണ്. അവിടുത്തെ കിലോമീറ്റർ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മതി. അപ്പൊ അവിടെ 80 കിട്ടും അല്ലെ. 50 മുതൽ 80 വരെ എന്ന് പറഞ്ഞാല് 80 കിലോമീറ്റർ വരെ നമ്മൾ അവിടെ കിട്ടിയല്ലോ. 80 കിലോമീറ്റർ ആണ് ഞാൻ RS ആക്കി കേട്ടോ. 50% ഡിസ്കൗണ്ടിൽ 80 രൂപയ്ക്ക് ഒലക്ക കിട്ടും മീഷോ എന്ന് പറഞ്ഞല്ലോ. അവിടെ നമുക്ക് 80° -80° മുതൽ -100° വരെ ഇത്രയും തണുപ്പുള്ള ഒരു അന്തരീക്ഷ ലെയർ നമ്മുടെ മുകളിലോട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ തണുപ്പ് ഇങ്ങനെ സെറ്റായി നിൽക്കുന്ന അന്തരീക്ഷ പാളിയായതുകൊണ്ട് ഇവിടെ ഒലക്കകൾ വന്നാൽ, ഒലക്കല്ല മക്കളെ, ഉൽക്ക അങ്ങനെ ഉൽക്കകൾ വന്നാൽ, ഉൽക്കാശിലകൾ വന്നാൽ ഇതിനിങ്ങനെ ഒരയും നൽകുക, നല്ല തണുത്ത് ടൈറ്റ് ആയി നിൽക്കുക. അതുകൊണ്ട് ഒരഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഉള്ളോട്ട് എന്ന് വെച്ചാൽ ഭൂമിക്ക് ഉള്ളോട്ട് വരുമ്പോൾ ഘർഷണം കൊണ്ട് ഒരഞ്ഞു കത്തി തേഞ്ഞു പോകും. എന്ന് വെച്ചാൽ മൂപ്പരാൾ ഇങ്ങോട്ട് വിടൂല. മീസോസ്ഫിയറിൽ നിന്നും ഉൽക്കകളെ താഴോട്ട് വിടൂല. അതുകൊണ്ടാണ് നിങ്ങൾ പല പേരിട്ടും ഈ മേഖല വിളിക്കാറുണ്ട്. എന്ത് പേരിട്ടാ വിളിക്കാറെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. റാങ്ക് ഫയലൊക്കെ പഠിച്ചവരാണെങ്കിൽ അറിയാം. അപ്പൊ ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകും. കണ്ട നിങ്ങൾ ഉൽക്ക വരിക, മുകളിൽ ഇങ്ങനെ അടച്ചു വിട്ട് വരുന്നുണ്ട്. ഈ തെർമോസ്ഫിയർ എന്നൊക്കെ അടിയിലെത്തുമ്പോഴത്തേക്കുണ്ട്, ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഫുള്ള് കത്തി തീർന്നു. മീസോസ്ഫിയറിന് മുകളിൽ സംക്രമണ മേഖല അറിയപ്പെടുക മീസോപാസ്. അത് നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ താഴ്ന്ന ഭാഗമാണ്? അയണോസ്ഫിയർ. അപ്പൊ നമ്മൾ പഠിക്കാത്തൊരു പേരാണല്ലോ ഇത്. ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ? നേരത്തെ പഠിച്ചത് MT എന്നല്ല പറഞ്ഞ് ടി തെർമോ അല്ലേ? അപ്പം തെർമോ തന്നെ ആയിരിക്കും ഉത്തരം അല്ലേ? തെർമോസ്ഫിയർ ആണ് ഉത്തരം. കിട്ടിയോ? ഇല്ലെങ്കിൽ നോക്കൂ, ഇതാണ് അയണോസ്ഫിയറിനെ കുറിച്ച് പറയുന്നത്. നമുക്കത് നോക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഇതാ വലിയൊരു ഗ്യാപ്പാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം 13 വരെ ട്രോപ്പോസ്ഫിയർ, 13 മുതൽ 50 വരെ സ്ട്രാറ്റോസ്ഫിയർ, 50 മുതൽ 80 വരെ മീസോസ്ഫിയർ, ദെൻ 80 മുതൽ നോക്കൂ മക്കളെ, 80 മുതൽ 600 കിലോമീറ്റർ വരെ ഇങ്ങനെ നീണ്ടു കിടക്കാണ് അല്ലെ. തെർമോസ്ഫിയർ ആണ്. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നാണോ? താപനില ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു. അപ്പൊ ആദ്യം കുറയുന്നു ട്രോപ്പോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ ആദ്യം കുറച്ച് സ്റ്റേബിൾ ആണ്, നമ്മൾ പറഞ്ഞു സമതാപ മേഖല. പിന്നീട് വീണ്ടും കൂടുന്നുണ്ട്. ആ കാര്യങ്ങൾ CRD പറയുന്നില്ല, പക്ഷെ കൂടുന്നുണ്ട്. പിന്നീട് മീസോസ്ഫിയറിൽ എത്തുന്ന സമയത്ത് നന്നായിട്ട് കുറയും. -80 to -100 വരെ ഉണ്ട് മീസോസ്ഫിയർ. പിന്നെ നോക്കൂ, വീണ്ടും വിചിത്രമായിട്ട് തെർമോസ്ഫിയറിൽ എത്തുമ്പോൾ നന്നായിട്ട് കൂടുകയാണ്. ഇതാണ് അതിന്റെ ഒരു ഗ്രാഫ് അല്ലെ. ആദ്യം കുറയുന്നു അല്ലെ, പിന്നീട് എന്ത് ചെയ്യുന്നു? കൂടുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? അതിന്റെ ഇടയിൽ ഒരു സമമേഖല ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നീട് എന്ത് ചെയ്യുന്നു? വീണ്ടും കുറയുന്നു, പിന്നീട് വീണ്ടും കൂടുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ? ആദ്യം കുറയാന്ന് ആലോചിച്ച് വെച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് എവറസ്റ്റ് കയറണമെങ്കിൽ അവിടെ ഓക്സിജൻ ആയിട്ട് പോയാൽ മാത്രം മതി. അവിടെ ഭയങ്കര തണുപ്പാണ്. അല്ലെങ്കിൽ ഊട്ടി കൊടൈക്കനാൽ ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ, ആനമുടിക്കൊക്കെ പോകുമ്പോൾ തണുപ്പാണ് ആലോചിക്കുക. അപ്പൊ അവിടെ കുറയും നമുക്ക് കിട്ടും. യെസ്, അതൊക്കെ ഈ പ്രത്യേകിച്ച് SCRT അവസാനം നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷീറ്റ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുക. അതാണ് ഞാൻ ഈ വരച്ചൊക്കെ തന്നു കേട്ടോ. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണേ, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഉയരം തോറും താപനില ഗണ്യമായി വർദ്ധിക്കും. ഇവിടെ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. ആ പേര് അങ്ങോട്ട് പഠിച്ചാൽ മതി. ഏറ്റവും ടോപ്പ് ലെയർ ആണ് തെർമോസ്ഫിയർ. അവിടെ അയണോസ്ഫിയർ എന്നൊരു പേര്. അയണോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ. എന്ന് വെച്ചാൽ ഈ 600 താഴ്ന്ന ഭാഗം എന്ന് പറയുമ്പോൾ 400 വരെ. അതങ്ങ് പ്രത്യേകം പഠിച്ചു വെച്ചോ. എത്രയാണ്? 80 മുതൽ 400 വരെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഉയരത്തിൽ അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വരും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വാതക തന്മാത്രകൾ എന്താകും അറിയോ? അയോണുകളാക്കി മാറ്റും. അപ്പൊ ഫസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ തെർമോസ്ഫിയറിലേക്ക് ഈ അതിന്റെ അടിഭാഗത്ത് എത്തുന്ന സമയത്ത് അവിടെ അൾട്രാ വയലറ്റും എക്സ്റേയും വന്നിട്ട് അവിടെയുള്ള വാതകങ്ങളെ എന്ത് ചെയ്യും മക്കളെ? അയോണുകളാക്കി മാറ്റും. ഈ പ്രക്രിയയാണ് അയോണീകരണം എന്ന് പറയുക.
അങ്ങനെ ഈ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്ന് നമ്മൾ വിളിക്കും. ഈ അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. എന്താണ്? വൈദ്യുതിയെ കടത്തിവിടാൻ. അപ്പൊ അയണോസ്ഫിയറിന്റെ പ്രത്യേകത മനസ്സിലാക്കി വെക്കണേ. അതുകൊണ്ട് തന്നെ റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖലയെ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നുണ്ട്. അപ്പൊ റേഡിയോ തരംഗങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. ഈ അയണോസ്ഫിയറിലൂടെ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. അവിടെ ഈ പറയുന്ന വൈദ്യുതി കടത്തിവിടാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അയണോസ്ഫിയർ. ഓക്കെ, അപ്പൊ അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു. അയണോസ്ഫിയർ തെർമോസ്ഫിയർ താഴ്ന്ന മേഖല കേട്ടോ. ഓക്കെ ആണോ? അയണോസ്ഫിയർ അവിടെ ഇതാ ഇങ്ങനെ ഒരു പിക്ചർ കണ്ടു നിങ്ങൾ. അയണോസ്ഫിയറിൽ ഒരു പിക്ചറാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് SCERT പറയുന്നുണ്ട് ഇല്ല. നിങ്ങൾ ചില ശൈത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിലെ ചില പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടോ യൂട്യൂബിലൊക്കെ. അവിടെ ഒരു പ്രത്യേക പ്രതിഭാസം ആകാശത്ത് കാണാറുണ്ട്. ഓക്കെ, 3 പേരാണ്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. കാക്രപ്പാറ, നറോറ എന്നുള്ള ചില പേരുകൾ നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി കിട്ടണം. അതുപോലൊരു പേരാണ്. ക്ലൂ ആണ്. ക്ലൂ. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ആലോചിച്ച് കമന്റ് ചെയ്തേ. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. റാങ്ക് ഫയൽ പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പഞ്ചവത്സര പദ്ധതിയുടെ ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ചാലഞ്ച് ഡേ 3 നിങ്ങൾക്ക് പഠിക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. ആ 2 ചാപ്റ്ററിൽ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്ന ചാപ്റ്ററാണ്. വിശദമായിട്ട് ഞാനിത് ക്ലാസ് എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നില്ല. ഒന്നാമത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇത്രയും വേർത്ത് കുളിച്ച് ക്ലാസ് എടുക്കുകയാണെങ്കിലും വീഡിയോയുടെ ലെങ്ത് കൂടി നിങ്ങൾ കാണത്തില്ല. അതുകൊണ്ടാണ് മക്കളെ, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്ന ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് കണ്ട് പഠിക്കണം. അവിടെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതല്ലാതെ മറ്റൊരു ക്ലാസ്സിലും LGS വേണ്ടി എടുത്ത ക്ലാസ്സിൽ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി ഇല്ലെങ്കിലും LDC എക്സാമിന് മുമ്പായിട്ട് ഹോട്ട് ടോപ്പിക് ആണ്. 100 ഹോട്ട് ടോപ്പിക്കിൽപ്പെട്ട ഒന്നാണ് പഞ്ചവത്സര പദ്ധതികൾ. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ക്ലാസ് എടുത്തിരുന്നുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ സുഹൃത്തുക്കൾക്ക് അതുപോലെ തന്നെ ടെലഗ്രാം ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കോഡായിട്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കത് അവസാനം വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങളിത് നന്നായിട്ട് പഠിക്കണം. ഈ കൃഷിയെയും വ്യവസായത്തെയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സ്ഥിരതയോടുകൂടി വളർച്ചയും അതുപോലെ ഗരീബി ഹട്ടോ എന്ന മുദ്രാവാക്യവും ഒക്കെ പഞ്ചവത്സര പദ്ധതി, PC മഹലോബിസ് മോഡൽ, ഹരോൾഡ് ഡോമർ മാതൃക, ഓക്കെ മൻമോഹൻ മോഡൽ ഏതാണ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട നിരക്ക്, അതിൽ കൈവരിച്ച നേട്ടങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം പദ്ധതികളൊക്കെ വന്നു പ്രധാനപ്പെട്ട സമയങ്ങളിൽ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നന്നായിട്ട് പഠിക്കണം. പഞ്ചവത്സര പദ്ധതി കൃത്യമായിട്ട് പഠിക്കണം. എക്കണോമിക്സ് 5 മാർക്കാണ്. ഓക്കെ, അപ്പോ ഒരു ചോദ്യം ഇതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. 10ാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അപ്പൊ 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഒക്കെ വിശദമായിട്ട് എടുത്ത ക്ലാസ് ആണ്. ക്ലാസിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. നെഹ്റുവിനെ കുറിച്ചും അതുപോലെ തന്നെ ആസൂത്രണത്തിന്റെ നാൾവഴികളെ കുറിച്ചും വിശദമായിട്ട് പറയുന്നത് ഞാൻ എക്സ്ട്രാ ഫാക്ട് ഉൾപ്പെടുത്തിയെടുത്ത ക്ലാസ് ആണ്. ആവശ്യമുള്ളവർ അത് കാണുക. ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. നമ്മുടെ SCERT ചാലഞ്ച് പ്ലേലിസ്റ്റിനകത്ത് ഈ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതുവരെ താങ്ക് യു. ഗുഡ് ബൈ.